ആണ് കേട്ടോ. ഇന്നത്തെ റേഷൻ 1/4 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ച് ബൗളിലേക്ക് ഇട്ട് കൊടുക്കും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ അരിമോദകം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഞരണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് നല്ല കട്ടിയിൽ കലക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാറ്റർ മാറ്റി വെക്കാം. ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒട്ടും കട്ടകളില്ലാണ്ട് നമുക്ക് ഉടച്ചെടുക്കാം. കുറച്ച് വേപ്പില ചേർക്കുന്നുണ്ട്. ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, പകുതി പച്ചമുളക്, കുറച്ച് മല്ലിയില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ചാറ്റ് മസാല, മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇതെല്ലാം നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മാറ്റി വെക്കുന്നുണ്ട്. 4 വീറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ വക്കൊക്കെ ഒന്ന് മുറിച്ച് കളയാം. റെഡിയാക്കി വെച്ചേക്കുന്ന മിക്സിലേക്ക് ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ബ്രെഡ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. 2 പോർഷൻ ആക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏത് ഷേപ്പ് വേണോ ആ ഷേപ്പിലാക്കാം. ഷേപ്പാക്കി എടുത്തുവിട്ടാൽ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ കടലമാവിലേക്ക് കുറച്ച് സവാള നീളനെ മുറിച്ച് ചേർക്കുന്നുണ്ട്. റെഡിയാക്കണ സമയത്ത് വേണം കടലമാവിലേക്ക് സവാള ഇട്ട് കൊടുക്കാനായിട്ട്. റെഡിയാക്കി വെച്ചേക്കണ ഒരു മിക്സ് എടുത്ത് സവാളയിൽ നല്ലോണം കോട്ടിങ് കൊടുക്കാം. എണ്ണ ലൈറ്റായിട്ട് ചൂടായാൽ മതിയില്ല. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മറിച്ചിടാം. എല്ലാ സൈഡും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഒരു ഉരുളക്കിഴങ്ങും 4 ബ്രെഡും ഉണ്ടെങ്കിൽ പിള്ളേർ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും അടിപൊളി ഒരു സ്നാക്സ് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും.